بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ആമുഖമായ ഒരു കാര്യം പറയുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം പിന്നീട് ഇത് കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ എന്ന് കരുതിയാണ് ആദ്യമായിട്ട് ഈ വരം പറയുന്നത്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ദിക്ർ എന്ന് പറയുന്നത് പ്രധാനമായ ഒരു ദിക്റാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുള്ള ദിക്റാണ്, ഒരുപാട് കാര്യസാധ്യതകളുള്ള ദിക്റാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ദിക്ർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന അമലുകൾ, ഈ സൽപ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമല്ലോ, എങ്കിലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ തന്നെയും ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന അമലുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ദിക്ർ തീർച്ചയായിട്ടും ഈ ദിക്ർ നിങ്ങൾ ചെല്ലണമെന്ന് പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇതാണ്. ദിക്ർ ചെല്ലുന്നവരെ സംബന്ധിച്ച് ഈ ദിക്ർ മസ്റ്റായിട്ട് നമ്മൾ ചെല്ലണം. അത് ചെല്ലിയാൽ നമ്മുടെ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തും. കാരണം നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ്, ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ദിക്ർ ചെയ്യുന്നവരാണ്, നമ്മൾ നമസ്കരിക്കുന്നവരാണ്, മറ്റൊരുപാട് ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നവരാണ്, നമ്മൾ സലാത്ത് ചെല്ലുന്നവരാണ്, നമ്മൾ നന്മകൾ കൊണ്ട് ഒരുപാട് നന്മകളൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം അമലുകളാണ്. ഈ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ സ്വീകരിക്കണ്ടേ. സ്വീകരിച്ചെങ്കിലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമ്മളെ തഴയുകയില്ല. അള്ളാഹു ഈ ദിക്റങ്ങ് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, നമ്മൾ കൊടുക്കുന്ന എല്ലാ ഗുണങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നു. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നു. അതിൽ വലുത് പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾ ചെയ്താൽ അത് അള്ളാഹു അറിയുന്നു, അത് അള്ളാഹു സ്വീകരിക്കുന്നു. ആ ചെയ്ത ഉപകാരം ശരിയായ ഉപകാരമാണ്, നീ ചെയ്തത് ഏറ്റവും നല്ലൊരു പ്രവൃത്തി തന്നെ എന്ന് അള്ളാഹു തആല വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തതിന് പ്രതിഫലം അള്ളാഹു തന്നില്ലേ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചെയ്യുന്ന അമലുകൾ, ചെല്ലുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹു തആല സ്വീകരിക്കും. ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അമലുകളെല്ലാം അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. ഈ ലോകത്തും പരലോകത്തും നമ്മൾ രക്ഷപ്പെട്ടില്ലേ. നമ്മളെ ജീവിതം ധന്യമാകുന്നില്ലേ. നമ്മളെ കുടുംബജീവിതം ഐശ്വര്യ സമ്പൂർണമാകുന്നില്ലേ. നമ്മളെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലില്ലേ. ആ കുടുംബജീവിതമെല്ലാം ഐശ്വര്യ സമ്പൂർണമാക്കി അള്ളാഹു മാറ്റിത്തരുന്നതാണ്. അതിൽ വലുത് വേറെ വല്ലതുമുണ്ടോ? ഇങ്ങനെയുള്ളതായ ഗുണങ്ങളെല്ലാം നമുക്കിങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണമെങ്കിൽ, അഥവാ കിട്ടുന്നു എങ്കിൽ ഈ ദിക്റങ്ങ് ചെല്ലുക. ഈ ദിക്ർ ചെല്ലുന്നതിന് വലിയ പാടൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കത് ചെല്ലാവുന്നതേ ഉള്ളൂ. കഴിവത് നിസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ ഏറ്റവും പ്രധാനമുണ്ട്. അല്ലാത്ത സമയത്തും ഈ ദിക്ർ നമുക്ക് ചെല്ലാവുന്നതാണ്. കഴിവതും നിങ്ങൾ ഈ ദിക്ർ ചെല്ലണമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയുന്നു. ഈ ദിക്ർ ചെല്ലാൻ നിങ്ങൾ മടിക്കല്ലേ. ഈ ദിക്റുകൾ ചെല്ലിയാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ർ ചെല്ലണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു. ഞാനതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ചെല്ലാൻ എളുപ്പമുള്ള ദിക്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ശുക്കൂർ യാ അല്ലാഹ്, യാ ശുക്കൂർ യാ അല്ലാഹ്, യാ ശുക്കൂർ യാ അല്ലാഹ്. അല്ലാഹ്
ഈ വിളിച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഒരു 101 ദിക്റങ്ങ് ചെല്ലണേ. ഇത് ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട. ഇത് കഴിഞ്ഞാലും പിന്നെയും നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. ചെല്ലുന്നത് കൊണ്ട് ഏറ്റവും ഗുണം കിട്ടും, ഏറ്റവും ഹൈർ കിട്ടും, ഏറ്റവും ബർക്കത്ത് കിട്ടും, ഏറ്റവും റഹ്മത്ത് കിട്ടും, ഏറ്റവും ഐശ്വര്യം കിട്ടും. അള്ളാഹുവിൻ്റെ ഗുണം നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു തരുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ദിക്ർ ചെല്ലുന്നവർക്കും ഇത് കാണുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ലോകത്തിൻ്റെ യജമാനായ റബ്ബേ, ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നീ വനമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് പറഞ്ഞു തന്ന ഞാൻ എന്നിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ ദിക്റിലൂടെയോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലാഹുവേ അർഹമറഹീമായ തമ്പുരാനേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.